നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പീഡന ആരോപണ വിവാദങ്ങൾക്ക് ഒടുവിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ UDF അംഗങ്ങൾക്ക് പുറത്ത് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കും. പ്രതിപക്ഷ അംഗങ്ങളുടെ നിരയ്ക്ക് പിന്നിലായി നേരത്തെ നിലമ്പൂരിൽ നിന്നുള്ള PV അൻവറിന് അനുവദിച്ച സീറ്റാകും രാഹുലിന് നൽകുക. കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾക്കൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിവരം അറിയിച്ച കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ VD സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയത്. തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിന് രാഹുൽ എത്തുമോ എന്നതാണ് ഇനി നിർണായകം. നിലവിൽ UDFന്റെയും LDFന്റെയും അംഗങ്ങൾ മാത്രമാണ് സഭയിലുള്ളത്. ഇതിനിടയിലാണ് പ്രത്യേക ബ്ലോക്ക് വരുന്നത്. CPMുമായി തെറ്റിയ അൻവറും പ്രത്യേക ബ്ലോക്കായി കുറച്ചുകാലം സഭയിൽ ഉണ്ടായിരുന്നു. അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെ ഈ സാഹചര്യം മാറുകയും ചെയ്തു. പക്ഷേ അപ്രതീക്ഷിത രാഷ്ട്രീയ വിവാദങ്ങളിൽ വീണ്ടും പ്രത്യേക ബ്ലോക്ക് സഭയിൽ എത്തുകയാണ്. എത്താൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. ലൈംഗിക പീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ്. ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. സംസ്ഥാന വ്യാപകമായി അരങ്ങേറുന്ന പോലീസ് അതിക്രമവും നേതാക്കളുടെ മാസപ്പടി ആരോപണങ്ങളും അടക്കം നിരവധി വിഷയങ്ങളുമുണ്ട്. ഈ സാഹചര്യത്തിൽ രാഹുൽ എത്തിയാൽ ഭരണപക്ഷം അതിനെ മറ്റ് പല രീതിയിലേക്കും കൊണ്ടുപോകും. രാഹുലിനെ ഭരണപക്ഷം കയ്യേറ്റം ചെയ്താൽ UDF സംരക്ഷണം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് നിയമസഭാ അംഗത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് വിജയിച്ച ആര്യടൻ ഷൌക്കത്ത് നിയമസഭാ സമ്മേളനത്തിന് ആദ്യമായി എത്തുന്നതും വരുന്ന സമ്മേളന കാലത്താണ്. അതായത് പ്രതിപക്ഷത്ത് രാഹുൽ പ്രത്യേക ബ്ലോക്കാകുമ്പോൾ ഒരംഗം കുറയും. എന്നാൽ ആര്യാടൻ എത്തുന്നതോടുകൂടി ആ കുറവ് നികത്തുകയും ചെയ്യും. ഇടത് സ്വതന്ത്രനായിരുന്ന അൻവറിന്റെ രാജിയോടെ ഇടതുപക്ഷത്തിന് ഒരംഗം കുറഞ്ഞിരുന്നു. എന്നാൽ സഭയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് ഈ കുറവ് ഭരണപക്ഷത്തെ ബാധിക്കുകയില്ല. ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ ആ വിവരം സ്പീക്കറെ അറിയിക്കുന്ന കീഴ്വഴക്കമുണ്ട്. അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയത്. കത്ത് ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ സഭയിലെത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന നോക്കുമ്പോൾ അത് പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടി വരുമെന്ന് മാത്രം. സഭയുടെ ചട്ടങ്ങൾ പരിശോധിച്ച നിയമം ഉപദേശം തേടിയ ശേഷം സ്പീക്കറാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണെന്ന് KPCC പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു MLAയെ സഭയിൽ നിന്ന് തടയാൻ നിയമപരമായി സാധ്യതയില്ല. 60 ദിവസം തുടർച്ചയായി സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എങ്കിൽ മാത്രമേ MLAക്കെതിരെ നടപടിയെടുക്കാൻ ചട്ടം അനുസരിച്ച് കഴിയുകയുള്ളൂ. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 9 വരെ സഭാ സമ്മേളനം ചേരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നീണ്ട അവധിയുണ്ട്. ഫലത്തിൽ 12 ദിവസം മാത്രമാണ് നിയമസഭ ചേരുക. അടുത്ത വർഷം ആദ്യം ഇടക്കാല ബജറ്റ് സമ്മേളനവും ചേർന്നേക്കും. ഇതിൽ നിന്നും രാഹുൽ വിട്ടുനിന്നാലും നടപടിയെടുക്കാനുള്ള 60 ദിവസമേ എത്തില്ല. സഭാ സമ്മേളനത്തിന് 4 ദിവസത്തിൽ കൂടുതൽ അവധി വന്നാലും തുടർച്ചയായ ദിവസമായി കണക്കാക്കാൻ കഴിയില്ല. ഇടക്കാല ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇനി സഭയിൽ എത്താനിരുന്നാലും രാഹുലിന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല.